ഇന്നലെ വന്ന ഒരുമ്പെട്ടവർക്ക് വേണ്ടി വർത്താനം പറയാൻ നിന്നാലേ എന്റെ കയ്യിൽ നിന്ന് വാങ്ങിക്കുന്നേ ഒരു സംരക്ഷകൻ തല്ലും കൊണ്ടിങ്ങനെ നിക്കാതെ നീ പെണ്ണെ ഒരെണ്ണം തിരിച്ചു കൊടുത്താലേ അതോടെ തീരും ഇവന്റെ അഹങ്കാരം. നാണമില്ലല്ലോടാ, സ്വന്തം കുഞ്ഞിനെ പട്ടിയെ പോലിട്ട് തല്ലുകാരുന്ന അവള്. അറിഞ്ഞ നീ? എനിക്കത് അറിയണ്ട. അയ്യോ, അറിയാത്ത പിള്ളയെ താമസിയാതെ ചൊറിഞ്ഞു തുടങ്ങും. അപ്പ അറിഞ്ഞോളൂ നിന്റെ നാശത്തിന് വന്നതാ അവള്. കണ്ടോ? മനസ്സിലാവാതെ തുടങ്ങി സിദ്ധാർത്ഥനെ. ഉറങ്ങാനുള്ള എളുപ്പത്തിന് ഉറങ്ങാൻ സ്ലീപ്പിംഗ് പിൽസ് കഴിക്കേണ്ട അവസ്ഥ എന്താ സിദ്ധുന്? അവസ്ഥയൊന്നും ഇല്ല മനസ്സ. ഈ ജോലി തിരക്കിനിടയിൽ ഉറക്കം കൂടെ ശരിയായില്ലെങ്കിൽ ബുദ്ധിമുട്ടാ. അതുകൊണ്ടാ ഞാൻ. ഒരൊറക്ക ഗുളിക മാത്രമല്ല എന്റെ പ്രശ്നം. വിവാഹത്തിന് മുൻപ് ഞാൻ കണ്ട സിദ്ധാർത്ഥനല്ല ഇപ്പൊ ഞാൻ. ഒളിവിൽ എന്റെ മുറിയിൽ താമസിക്കുമ്പോഴും പോലീസ് നാട് മുഴുവൻ തിരയുമ്പോഴും ധൈര്യവും തന്റെയും ഉണ്ടായിരുന്നു സിദ്ധാർത്ഥന്. ചിരിക്കുന്ന മുഖവും സ്നേഹം തുടിക്കുന്ന ഒരു ഹൃദയം ഉണ്ടായിരുന്നു സിദ്ധാർത്ഥന്. ഇന്ന് അതൊന്നുമില്ല. പലപ്പോഴും സിദ്ധു മറ്റേതോ ലോകത്താ. എന്തു പറ്റി സിദ്ധാർത്ഥന്? എന്നെ വേണ്ടാന്ന് തോന്നുന്നുണ്ടോ? അതോ വിവാഹം ഒരു അബദ്ധമായെന്ന് വിചാരിക്കുന്നുണ്ടോ? എന്തൊക്കെയാ മനസ്സിൽ പറയുന്നേ? എനിക്ക് നീയല്ലാതെ വേറെ ആരാ? പിന്നെ എന്താ ഇങ്ങനെ? അകൽച്ചയേക്കാൾ നമ്മളെ വേദനിപ്പിക്കുന്നത് അടുപ്പില്ലായ്മയാ. രണ്ടും ഒന്ന് തന്നെയല്ലേ മനസ്സാ? അല്ല, സിദ്ധുവിനോട് അകൽച്ചയില്ല, സ്നേഹക്കുറവുമില്ല. പക്ഷേ ഒരു ഭാര്യ പ്രതീക്ഷിക്കുന്ന അടുപ്പം ഇതല്ല. തൽക്കാലം വീട്ടിൽ നിന്ന് പോരരുത്. ഇറക്കി വിടാൻ വേണ്ടിയാ അവര് കാണിക്കുന്നൊക്കെ. സമാധാനായിട്ടിരിക്കെ. ഞാൻ എന്തെങ്കിലും പരിഹാരം കാണാം. ആലോചിക്കട്ടെ. ഞാൻ അങ്ങോട്ട് വരാം, എന്നിട്ട് തീരുമാനിക്കാം. ഞാൻ കുഴിച്ച കുഴിയിൽ ഞാൻ തന്നെ വീണു എന്ന് പറഞ്ഞ പോലെയായി. എങ്ങനെയുണ്ട് മുത്തശ്ശ? ഒന്നും പറയണ്ട മോളെ. വയറ് കഴുകി അവരെന്റെ കുടല് വരെ പുറത്തെടുത്തു. ഇനിമ തന്നതാ മുത്തശ്ശ. ഗർഭം കലക്കിയല്ലേ എടുത്ത് കഴിച്ചത്? അത് മുഴുവനും വയറ്റിന്ന് പോണ്ടേ? ഓ, ഇനി എന്തോന്ന് പോവാൻ? വല്ലതും കഴിച്ചിട്ട് വേണ്ടേ പോവാൻ? കക്കൂസി ചെന്നിരുന്ന ഒരു കാറ്റ് മാത്രമേ ഉള്ളൂ. ഇന്നൊന്നും കഴിച്ചില്ലല്ലോ. ഇത്തിരി കഞ്ഞിവെള്ളം എടുക്കട്ടെ? വേണ്ട, കഴിക്കാതെ തന്നെ 16 വട്ടം കക്കൂസിൽ പോയി. പിന്നെ കഴിച്ചാലത്തെ കാര്യം പറയണോ? കിണ്ടിവാലിന്ന് പോകുന്ന പോലൊരു പോക്കല്ലേ. എന്തായാലും അവളുടെ സമയം നല്ലതാ. എന്തായാലും അത് മുത്തശ്ശനെടുത്ത് കുടിച്ചു എന്ന് ഓർക്കുമ്പോഴാ. അവക്ക് നീ പാല് കൊടുക്കാൻ കണ്ടിട്ടില്ലേ? ഞാൻ പുറത്തേക്ക് പോയേ. അത് കുടിക്കാതെ ഇവിടെ വെച്ചേക്കൊന്നും ഞാൻ പ്രതീക്ഷിച്ചില്ലല്ലോ. ഒരു കാര്യം ഗ്ലാസ് ഇവിടെ കണ്ടു. അപ്പോൾ കുടിച്ചു കാണുന്നില്ല ഞാൻ വിചാരിച്ചേ. അത് അർജുൻ വന്നെടുത്ത് കുടിച്ചതാ. ആര് കുടിച്ചാലും ഓ അതെന്താ പള്ളക്കെടുത്തില്ല ഈശ്വര. ഞാനിപ്പോ വരാം. എവിടെ പോവാ? ഓ, ഇത്തവണ അവള് രക്ഷപ്പെട്ടു എന്ന് വെച്ച് എപ്പോഴും അവള് രക്ഷപ്പെടില്ലല്ലോ. ഇനിയും വരും അവസരം. നിനക്കിപ്പോ അവിടെ ഒരു വിഴുപ്പായി അല്ലേ? എടാ, ആണൊന്ന് കണ്ണു കാണിച്ച ഉടനെ കിടക്കി കുടഞ്ഞു വിരിക്കുന്നവളുടെ പേരെന്താന്ന് അറിയോ നിനക്ക്? അത് പറയണോ ഞാൻ? വേണ്ട, ഒരൊറ്റ തവണ കൂടി നീ അത് പറഞ്ഞാ പിന്നെ ഒന്നും പറയേണ്ടി വരില്ല നിനക്ക്. പണയിക്കോടാ.
കത്തി ഒന്നുകൂടെ നിനക്ക് വേണ്ടി ഞാൻ. അത് പിഴക്കില്ല വേണു. പെങ്ങളെ വിധവയാക്കിയതിന്റെ പാപേ ഞാനങ്ങ് സഹിക്കും. വേണു, ഞാൻ ഇങ്ങനെയൊന്നും പറയാനല്ല വന്നത്. ക്ഷമിക്കേ. എന്നിട്ട് എന്തിനു നീ ഒന്നുകൂടെ ആലോചിക്കേ. ഒരാളെ തിരുത്താൻ മറ്റൊരാൾക്ക് പറ്റുമെന്ന് നീ വിശ്വസിക്കുന്നില്ല. അതിന് സ്വയം തീരുമാനിക്കണം. കൺമുന്നിൽ വെച്ച് മറ്റൊരു സ്ത്രീയുമായി ആടിക്കൊഴയുന്നത് ഒരു ഭാര്യയും സഹിക്കില്ല. നീ ആലോചിച്ച് നോക്കേണ്ടത് മറ്റൊരു കാര്യമാണ്. കല്യാണം കഴിഞ്ഞ് കുട്ടിയുമായിട്ടുള്ള ഒരാളോട് അയാളുടെ ഭാര്യയുടെ മുന്നിൽ വെച്ച് തന്നെ ശൃംഗരിക്കുന്ന ഒരാളുടെ സ്വഭാവശുദ്ധി